നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ നമ്മളെ ഈ സമൂഹത്തിലെ ഏറ്റവും നമ്മളെ എല്ലാവരും അടുത്തുകൊണ്ട് നിൽക്കുന്ന നമ്മളെ ഒരു ഉസ്താദിന്റെ മകനും കൂടിയാണ് അദ്ദേഹം. ഈ പ്രദേശത്തെ എല്ലാവരെയും നല്ല സൗഹൃദം ഉള്ള ഒരു ഉസ്താദായിരുന്നു. അതേപോലെ തന്നെയാണ് മാസു. അപ്പൊ അത് വലിയുറപ്പ് പള്ളി കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളെ മെമ്പർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വാർഡിന്റെ മെമ്പറാണ്. മെമ്പർക്ക് ഞങ്ങൾ കത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്തായാലും മെമ്പർ ഈ പരിപാടി പങ്കെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഇവിടെ മെമ്പർ എത്തിപ്പെട്ടിട്ടുണ്ട്. കുറെ പരിപാടി മാറ്റി വെച്ചിട്ട് പോലും ഞാൻ ഇങ്ങനത്തെ നിങ്ങളുടെ ഈ ഒരു ട്രസ്റ്റിന്റെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. കാരണം അതിന്റെ കൃത്യമായിട്ട് ഞാൻ വരാൻ കാരണം ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നല്ലത് എന്ന് തോന്നിക്കൊണ്ട് തന്നെയാണ് വരാൻ കാരണം. കാരണം നമ്മളൊക്കെ പല മതത്തിലും പല രാഷ്ട്രീയത്തിലും മറ്റും ഒക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്നാലും ഒരു പ്രദേശത്തിന്റെ കാര്യം നോക്കുമ്പോൾ ആ പ്രദേശത്തിന്റെ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് ജാതിയില്ല, മതമില്ല, മറ്റു വർഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ അനർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം വളരെ ഗംഭീരമാക്കി നടത്തണമെന്ന ഒരു ആലോചന ഈ ഒരു സംഘത്തിന്, ഈ ഒരു ട്രസ്റ്റിന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ സമാഷ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു തീരുമാനമാണ് ഈ ട്രസ്റ്റ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വാർഡിന്റെ മെമ്പർ എന്ന രീതിയിൽ ഈ ഒരു പരിപാടിക്ക് എല്ലാ പിന്തുണയും തരികയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അശോകേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ജാതിമതം ഒന്നും അതിൽ നോക്കണ്ട, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും അതിലൊരു ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ ഗംഭീരമായി പോലെ ഗണേശേട്ടനെ പോലെ മറ്റിവിടെ ഇരിക്കുന്ന വ്യക്തികളെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാൻ തന്നെയുള്ള നല്ലൊരു സംഘം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ പ്രതിഷ്ഠാ വാർഷികം പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ മത സൗഹാർദ്ദമല്ലെന്നാണ് എനിക്ക് പറയുന്നത്. മനുഷ്യ സൗഹാർദ്ദമാണ് അത് വേണ്ടത്. കാരണം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു നോമ്പ് ആഘോഷിക്കും, പെരുന്നാൾ ആഘോഷിക്കും, അതും മറ്റുള്ള മതക്കാർ ആഘോഷിക്കുക എന്നുള്ളതല്ല. അപ്പൊ അവിടെ വേണ്ടി നമുക്ക് മനുഷ്യ സൗഹാർദ്ദമാണ്. മനുഷ്യർക്കിടയിൽ എന്നും നല്ല സൗഹാർദ്ദം വേണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച മതം മനുഷ്യൻ തന്നെയാണ്, അല്ലാതെ വേറൊരു മതത്തിൽ ഉദ്ദേശിച്ചല്ല. മതം എന്ന മനുഷ്യരെ തന്നെയാണ് അദ്ദേഹം അന്നത്തെ കാലത്തെ ആ ഒരു ആപ്തവാക്യം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ യോഗം എല്ലാവരെയും മുഖത്ത് വളരെ സന്തോഷവും സമാധാനവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. അത് നമ്മൾക്ക് ഇന്ന് നേടിത്തീരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്കൊരു അവസരം, സ്വാമി നമുക്കൊരു അവസരം തന്നു. അതെല്ലാവരും സന്തുഷ്ടരാണ്. ഈ പ്രോഗ്രാം വളരെ വളരെ നന്നായി, വളരെ സക്സസ്ഫുൾ ആയി എന്നുള്ളതിന്റെ എല്ലാ ലക്ഷണവും നമ്മൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു തുടങ്ങി. ശശിയും പുഷ്പരാജനും ഒക്കെ ഞങ്ങളുടെ വീട്ടിലിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ കാലഘട്ടത്തിനല്ല, അത് 45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഇന്നും അപങ്കുരം തുടരുകയാണ് ആ സൗഹൃദത്തിന്റെ ഊഷ്മളത. ആ കാലഘട്ടത്തിന്റെ മധുരോധരമായ ഓർമ്മ അയവെക്കുവാൻ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കട്ടെ. ഇത്തരം ജനകീയ കൂട്ടായ്മകളിലൂടെ നമുക്ക് അതിനെ പരിപോഷിപ്പിക്കാം. എല്ലാവിധ സ്നേഹാശംസകളും നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടം കൂടിയാണ്. ഗുരുവിന്റെ വചനങ്ങളും ഗുരുവിന്റെ ദർശനങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഇല്ലാതെ സമൂഹത്തിലെ ഛിദ്രത ഇത്രക്കും വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തില് മനുഷ്യനെ തിരിച്ചറിയാനുതകുന്ന വിധത്തിൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അയൽവാസികൾ തമ്മിൽ അറിയാത്ത ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ ആർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഒരു മൊബൈല് കിട്ടിയാൽ അയാൾ അതിന്റെ അഡിക്റ്റായി അതുപോലെ ജീവിച്ചു പോകണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ അയൽവാസിനെ അറിയില്ല, നാട്ടുകാരറിയില്ല. അപ്പൊ നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് തന്നെ നമ്മൾ ഒരു പുനരാലോചന ആവശ്യമായ ഒരു സമയത്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മപരിഷത്ത് 6-2
ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നത് എനിക്ക് വളരെ സന്തോഷമായി. ഇതിന്റെ എല്ലാ പരിപാടിയിലും നിങ്ങളുണ്ടാവും. ഞാനിവിടെ കേരളത്തിൽ നിന്നത് നമ്മുടെ 6 മൈൽ പള്ളി ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിലാണ് ഇതിന്റെ ഒരു മാഷ് എന്ന നിലയിലില്ല. ഞാനൊരു ഹയർ സെക്കൻഡറി മാഷ്, ഗവൺമെന്റ് സ്കൂൾ മാഷും കൂടിയാണ്. അപ്പൊ ഇതുപോലൊരു കൂട്ടായ്മ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ നമ്മളതിന്റെ ഒരു ഭാഗമാക്കാവാതെ ഇവിടെ ജീവിച്ചിട്ടെന്ത് കാര്യമുള്ളൂ. ഏതായാലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ആശയവും ഒരു കൂട്ടായ്മയും രൂപീകരിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിച്ചിരിക്കുന്ന തലമുറകൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും ഒക്കെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയുടെ പിറവിക്കാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഗുരുവിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇവിടെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാടിനെ ഏറ്റവും അധികം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് മയക്കുമരുന്ന്. അതിനെതിരെ കൂടി ഈ ഒരു അവസരത്തിൽ ബോധോദയം വരുത്തണമെന്നാണ് എനിക്ക് ഈ സംഘാടകരോട് പറയാനുള്ളത്. നടക്കാൻ പോകുന്ന ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ഭാരതീയ ജനതാ പാർട്ടി 126 ബുദ്ധ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അതോടൊപ്പം തന്നെ എല്ലാ സഹകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നമ്മൾ അടുത്തായി നടത്താൻ പോകുന്നത്. അതിൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ പരിപാടിയും വിജയിപ്പിച്ച് നമുക്കൊരു കൂട്ടായ്മ തീർത്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും. മനോഹരമായ ഒരു മുഹൂർത്തമാണ് ഈ ഗുരുമന്ദിരത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് നോക്കി വളരെ സന്തോഷമുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരമൊരു പരിപാടികൾ സംഘടിപ്പിക്കാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എന്റെ പേരിലും മാവൂർ ശാഖയുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. നമ്മുടെ ഈ ഗുരുവിന്റെ പ്രതിഷ്ഠാദിനത്തിന്റെ 16ാമത്തെ ആഘോഷം ഗംഭീരമായി കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഒരുപോലെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ ഇവിടെ മുൻപൊരു യോഗം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എല്ലാവർക്കും അതിനുവേണ്ടി ഞാൻ സന്തോഷം പറയുകയാണ്. അപ്പോൾ ഇതിന്റെ ഇനി എല്ലാ പരിപാടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ എല്ലാവരും വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഗംഭീരമാക്കി തരുന്നതിന് എല്ലാവരെയും സന്തോഷം ഇതിൽ പങ്കുവേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഈ പരിപാടി എത്രയും നല്ല ഗംഭീരമാക്കി ചേർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം നിൽക്കും. പിന്നെ ഇവിടെ ചേർന്ന എല്ലാവർക്കും ഗുരുദേവന്റെ ആദർശങ്ങൾ അനുസരിച്ച് നമുക്ക് ഇതിപ്പോ നല്ലൊരു ആശയുടെ നല്ലൊരിതാണ്. നമുക്കിപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു പരിപാടി നല്ല വിജയമാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. എല്ലാ ആശംസകളും. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ എല്ലാവരും ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്പിനേച്ചിനൊക്കെ അറിയുള്ളൂ, ഒക്കെ പുതുമുഖങ്ങളാണ്. ഇതിൽ വരാൻ പറ്റിയത് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി ഇതിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ഞാനുണ്ടാകുമെന്ന് പറയാം. എനിക്ക് 16 വർഷം 2014 ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഈ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത്. അതിനുശേഷം നമ്മൾ 3 വർഷം നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രതിഷ്ഠാദിനം കൊണ്ടാടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചതയ ദിനത്തിലാണ് അതിന്റെ വാർഷികം കൂടെ നമ്മൾ കൊണ്ടാടുന്നത്. പക്ഷേ ഈ വർഷം അതൊരു വിപുലമായിട്ട് നമ്മുടെ എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ച് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാക്കിക്കൊണ്ട് ഈ പരിപാടി നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതിനുള്ള ഒരു സാധുസംഘം കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിച്ചേർന്നത്. എല്ലാ വേദികളിലും അദ്ദേഹം എല്ലാ പരിപാടികളിലും നമ്മളൊപ്പം സഹകരിക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹം. ബക്കർ വലിപ്പറമ്പ്, NM ശശി, ഹസൻ മാസ്റ്റർ, മുളയത്ത് മുഹമ്മദ് ഹാജി, ആഷിഖ് മായനാട്, ഒരു കോട്ടയുള്ള നല്ല സന്ദേശങ്ങളും എല്ലാ മതത്തിലും നല്ല സന്ദേശങ്ങളുണ്ട്. അതുപോലെ
നമ്മളാൽ കഴിയുന്ന രീതിയിൽ വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം കൊടുക്കാനുള്ള ഒരു വേദിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കി തന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബുദ്ധിമുട്ടുകളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട്. എന്നാലും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന് അതേപോലെ തന്നെ നമ്മളെ വാർഡ് മെമ്പേഴ്സൊക്കെ പുതിയതായിട്ട് ചേർന്നാണ്. അവർക്കൊക്കെ ഒരുപാട് ജോലികളുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം തന്നെ ഫോൺ വന്ന് പറയുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഈ പരിപാടിക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തി.